Hi everyone, welcome to Jaify's Kitchen. This is Jaify Simon from Jaify's Kitchen. I hope that all of you are fine and safe. Angamaly സ്റ്റൈലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അങ്കമാലിയിലുള്ള ഒരു റിലേറ്റീവ് പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. കുറച്ചുകൂടി ടേസ്റ്റി ആകാൻ വേണ്ടി ചില ഇൻഗ്രീഡിയൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പന്നിയിറച്ചി ഇഷ്ടപ്പെടാത്തവർ കൂടി കഴിച്ചു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. നുറുക്കിയെടുത്ത പന്നിയിറച്ചി 3-4 പ്രാവശ്യം കഴുകി വെള്ളം വാലാൻ വയ്ക്കുക. പന്നിയിറച്ചി വേവിച്ചെടുക്കണം. അതിനായി കുക്കറിലാണെങ്കിൽ ഇറച്ചി നികക്കെ വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇറച്ചിക്ക് മൂപ്പ് കൂടുതലാണെങ്കിൽ വേവ് കൂടുതലായിരിക്കും. വെന്തില്ല എങ്കിൽ 1 വിസിൽ കൂടി അടുപ്പിക്കുക. ഞാനിവിടെ മൺകലത്തിലാണ് വേവിച്ചിരിക്കുന്നത്. 1/4 മണിക്കൂറിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. വെന്ത ശേഷം നെയ്യ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ നെയ്യ് നമുക്ക് ഊറ്റിക്കളയാം. നമുക്കിനി മസാല റെഡിയാക്കാം. അതിനായി ഒരു ഉരുളിയിൽ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മസാല ജീരകം ഇട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് അരമുറി തേങ്ങ കൊത്തിട്ട് വറുക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് 4 വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. 2 കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഇറച്ചി വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yeah, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range, 'cause I grind through the climb, I invite pain.